സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാമിനേഷൻസ് ആയ SSC, റെയിൽവേ എക്സാംസ്, PSC എക്സാംസ്, ഇതിനൊക്കെ നമുക്ക് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം തിയറി കൃത്യമായി പഠിച്ചു പോകുന്നുണ്ട്. തിയറി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം PYQ ഡിസ്കഷൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം PYQ ഡിസ്കഷൻ നോക്കുകയാണെങ്കിൽ ഏത് ഡയമെൻഷനിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസിനെ ബേസ് ചെയ്ത് വീണ്ടും വരും വർഷങ്ങളിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസുമുള്ള ഈ ഒരു സെഷൻ നമുക്ക് കണ്ടാലോ. NDP is equal to, NDP means net domestic production. Net, whenever there is a term net, that is gross value minus something. So what is NDP? Net domestic production. That is GDP minus depreciation. GDP plus depreciation varatilla. GDP minus net factory income from abroad. GDP plus net factory income from abroad. That is GDP minus depreciation is known as NDP. Next question. During the period of 1947 to 1990, how many 5-year plans were completed? There were 7 5-year plans completed. So option B is the answer. ഓർക്ക് എല്ലായ്പ്പോഴും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ കിട്ടുന്ന മേഖലയാണ് 5-year പ്ലാൻ സംബന്ധിച്ചത്. 5-year പ്ലാനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിൽ 5-year പ്ലാൻസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടും കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക, സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസീറ്റ്? Capital receipt, there are two conditions for capital receipt. That is, it should be a two-way transaction. It should be a long term in nature. Capital receipts നോക്കാം. Revenue from the sale of government assets. Taxes on income. Taxes on income is a one-way transaction. So it is a revenue receipt. So interest on capital bond. Interest on capital bond is a revenue receipt. Grants in aid from other governments. One-way transaction. That is a revenue receipt. Then revenue from the sale of government asset. Sale of government asset is a two-way transaction. So sale of government asset, that is a capital receipt. So option A is the correct answer. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നത് ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following not correct regarding circular flow of income? Circular flow of income സംബന്ധിച്ച തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. Which of the following is not correct regarding circular flow of income എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. Savings as well as government expenditure are injections to the circular flow. The income of one sector becomes expenditure of the other. Circular flow leakages are equal to injections. The real flow and monetary flow move in a circular manner in an opposite direction. Which of the following is not correct എന്ന്. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നമുക്കൊരു ഇതിൻ്റെ ഫിഗർ നോക്കുവാണെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസും ബിസിനസ്സും മാത്രമാണ് അവിടെ ഉള്ളത്. ഗവൺമെൻറ്റിന് അവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ തിയററ്റിക്കൽ കേസ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസും ബിസിനസ്സും മാത്രമാണ്. ഇൻഡിവിജ്വൽസ് അവർക്ക് അവരുടെ ഫാക്ടർ കോസ്റ്റിനെ, ദാറ്റ് ഈസ് മെൻ, മെറ്റീരിയൽ, മണി, ലേബർ ഒക്കെ ആയിട്ടുള്ള ഫാക്ടർ കോസ്റ്റിനെ നേരെ ബിസിനസ്സിന് കൊടുക്കുന്നു. ബിസിനസ് ആ ഫാക്ടർ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്ന ഈ ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മുടെ ഇൻഡിവിജ്വൽസ് അഥവാ ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നതിന് പകരമായിട്ട് ഹൗസ് ഹോൾഡ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ നേരെ ബിസിനസ് ക്ലാസ്സിന് കൊടുക്കുന്നു. ബിസിനസ് ക്ലാസ് ഈ ലേബറിന് അഥവാ ഈ പറയുന്ന മെൻ, മെറ്റീരിയൽ, മണി എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് കോസ്റ്റിന് ഒരു റിട്ടേൺ ആയിട്ട് ഇൻകം കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ബിസിനസ് ക്ലാസ്സിന് ഒരു ഇൻപുട്ടായിട്ട് ലേബറിനെ ഇൻഡിവിജ്വൽ സപ്ലൈ ചെയ്യുന്നു. അതിന് റിട്ടേൺ ആയിട്ട് ബിസിനസ് ക്ലാസ് ഈ ലേബർ ക്ലാസ്സിന് ഇൻഡിവിജ്വൽസിന് ഇൻകം എന്ന രീതിയിൽ റിട്ടേൺ കൊടുക്കുന്നു. ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഇൻഡിവിജ്വൽസ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽസ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഇൻഡിവിജ്വൽസ് പർച്ചേസ് ചെയ്യുന്നതിന് പകരമായി ആ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ കോസ്റ്റ് ബിസിനസ് ക്ലാസ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു 100 രൂപയ്ക്ക് തുല്യമായ ലേബറാണ് ഇൻഡിവിജ്വൽസ് ബിസിനസ് ക്ലാസ്സിന് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ബിസിനസ് ക്ലാസ് ഈ 100 രൂപ എന്ന് പറയുന്നത് ഇൻകമായിട്ട് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നു. ഇൻഡിവിജ്വൽസ് ആ 100 രൂപ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ 100 രൂപ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറാണ് ബിസിനസ് ക്ലാസ്സിന് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഈ 100 രൂപ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിച്ചാലോ. ഇൻകം ഓഫ് വൺ സെക്ടർ ബിക്കംസ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി അതർ.
other. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ ഇൻകം ഓഫ് വൺ സെക്ടർ, അതായത് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിരുന്നു അല്ലെ. 100 രൂപ എന്ന് പറയുന്ന ഇൻകം ഇൻഡിവിജ്വൽസിന് ഫാക്ടർ കോസ്റ്റ് ആയിട്ട് ലഭിച്ചപ്പോൾ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സർക്കുലർ ഫ്ലോ ലീക്കേജസ് ആർ ഈക്വൽ ടു ഇഞ്ചക്ഷൻസ്. ലീക്കേജസ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും അഡീഷണൽ സാധനം അക്വയർ ചെയ്യുവാണെങ്കിൽ, ഇഞ്ചക്ഷൻസ് വരുവാണെങ്കിൽ, പുതുതായിട്ടൊരു കാര്യം വരുവാണെങ്കിൽ അതെല്ലാം ലീക്കേജസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. റിയൽ ഫ്ലോ ഓഫ് monetary flow move in a circular manner in an opposite direction. അത് കണ്ട പിക്ചറിൽ തന്നെ കിടക്കുന്നുണ്ട്. റിയൽ ഫ്ലോയും മോണിറ്ററി ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണ്. ഇപ്പോൾ ലേബർ അങ്ങോട്ട് പോകുന്നു, ലേബറിൻ്റെ കോസ്റ്റ് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സർക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? സേവിങ്സ് ആസ് വെൽ ആസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആർ ഇഞ്ചക്ഷൻസ് ടു ദ സർക്കുലർ ഫ്ലോ. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സേവിങ്സ് ആസ് വെൽ ആസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആർ ഇഞ്ചക്ഷൻസ് ടു ദ സർക്കുലർ ഫ്ലോ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ സർക്കുലർ ഫ്ലോയുടെ ഒരു ഐഡിയ മനസ്സിൽ വേണം. അതായത് ഇൻഡിവിജ്വൽസ് അവരുടെ കയ്യിൽ ഇരിക്കുന്ന ലേബറിനെ ബിസിനസ് ക്ലാസ്സിൽ കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽസിന് സപ്ലൈ എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് ബിസിനസ് ക്ലാസ്സിൻ്റെ കോസ്റ്റായിട്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഏണിങ്സ് ആയിട്ട് ഒരു ഇൻകം ലഭിക്കുകയാണ്. ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ക്ലാസ് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഇൻഡിവിജ്വൽസ് പർച്ചേസ് ചെയ്യുന്നു. അതിന് ഒരു എക്സ്പെൻഡിച്ചർ ഇൻഡിവിജ്വൽസ് കൊടുക്കണം. അതാണ് ബിസിനസ് ക്ലാസ്സിൻ്റെ ഇൻകം. അപ്പോൾ ഒരാളുടെ എക്സ്പെൻഡിച്ചറാണ് മറ്റൊരാളുടെ ഇൻകം ആയിട്ട് വരുന്നത്. ഈ 100 rupees ആണ് ഈ കണ്ടീഷനെങ്കിൽ ഈ 100 rupees തന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻകം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നത്. Next question. What is the economic justification for subsidies in the agricultural sector? Agricultural sectoril subsidies കൊടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ഇക്കണോമിക് ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. തിയററ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ഫോർ റിച്ച് ഫാർമേഴ്സ്. തീർച്ചയായിട്ടും അല്ല, റിച്ച് ഫാർമേഴ്സിനുള്ള ബെനിഫിറ്റ്സ് ഒന്നും അല്ല ആ സബ്സിഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ സർവീസ് സെക്ടർ. അതും തെറ്റാണ്. സർവീസ് സെക്ടറിലുള്ള ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ നമുക്കിതിനെ വിളിക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ഈസ് ആൻ ഇൻസെൻറ്റീവ് ടു പ്രൊവൈഡ് ദി ബെനിഫിറ്റ്സ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ഡിക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. It is used to provide benefits for capital goods produced in agriculture. അപ്പോൾ it is used to provide benefits for capital goods produced in agriculture തെറ്റാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ വെച്ച് പോസിബിൾ ആയ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസെൻറ്റീവ് ടു അഗ്രികൾച്ചർ ഫാർമേഴ്സ് ആണ്. എന്തിൻ്റെ ഇൻസെൻറ്റീവ് ആണ്? ടു പ്രൊവൈഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഡിക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള ഇൻസെൻറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ. The term microfinancing was first used in the 1970s during the development of Grameen Bank of Bangladesh, which was founded by. ഓക്കെ, നമുക്കറിയാം ഗ്രാമീൺ ബാങ്ക് ഓഫ് ബംഗ്ലാദേശ് ഫൗണ്ടഡ് ബൈ മുഹമ്മദ് യൂനസ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, ഗ്രാമീൺ ബാങ്കിന്റെ ഫൗണ്ടർ ബംഗ്ലാദേശിലാണ് ഗ്രാമീൺ ബാങ്ക് ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ഗ്രാമീൺ ബാങ്കിന്റെ ഫൗണ്ടർ മുഹമ്മദ് യൂനസ്. ഓപ്ഷൻ എ. ആഡം സ്മിത്ത്, ജെർമി ബന്താം, ആൽഫ്രഡ് മാർഷൽ, 3 ആൾക്കാരും പ്രഗത്ഭരായ ആൾക്കാരാണ്. ആഡം സ്മിത്ത് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. ജെർമി ബന്താം ദ ഫാദർ ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെർമി ബന്താം. ആൽഫ്രഡ് മാർഷൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ആൾക്കാരെ എല്ലാം ഓർത്ത് വെക്കുക. ആഡം സ്മിത്തിന്റെ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ബുക്കിന്റെ പേര്. നെക്സ്റ്റ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സിറ്റുവേഷൻസ് ഡസ് ദ ഗവൺമെന്റ് റൺ എ ഡെഫിസിറ്റ് ബഡ്ജറ്റ്? ഗവൺമെന്റ് എപ്പോഴാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്? whenever the expenditure is more than revenue, that condition is known as deficit budget. ഓപ്ഷൻ നോക്കാം. when the government expenditure and revenues both are zero. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആകുന്നില്ല. സോ നെക്സ്റ്റ്. when the government expenditure exceeds revenue, കറക്റ്റ് ആണ്. when the government expenditure equals revenue, തെറ്റാണ്. revenue exceeds expenditure. So option B is the correct answer. whenever government expenditure exceeds government revenue, that is known as deficit condition. 8th question. As per the UNDP, the rank of Sri Lanka in the Human Development Index in 2022 is. Answer is option B, that is 73 out of 189 countries. Next question. Which of the following options best describes primary cause of the per capita income decline? What is per capita income? Per capita income എന്ന് പറഞ്ഞാൽ that is total personal income divided by number of people. Okay, total personal income divided by number of people, number of population എന്ന് പറയുന്നതാണ് that is per capita income. തീർച്ചയായിട്ടും നമ്പർ ഓഫ് പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ per capita income കുറവായിരിക്കും. സോ what is the cause for decline in per capita income? Equitable distribution of income. തെറ്റാണ്. Increase in the population growth.
decline in the population growth, decline in the gross domestic product. So answer is option B, increase in the population growth. So you have to understand the idea of per capita income. Per capita income is equal to total personal income divided by total number of people in a country. Next question, which of the following statements includes two terms? In 3 cases, the 2 terms mean the same as each other. In which of the following cases do the 2 terms not mean same as each other? Okay, question nokam. Nominal GDP and GDP and current prices. What is nominal GDP? What is GDP? GDP എന്ന് പറഞ്ഞാൽ the total value of final goods and services produced within a country in a particular period is known as GDP. Okay, then what is nominal GDP? Nominal GDP is the total value of final goods and services produced within the country in the current year is known as GDP at the current prices. For example, if a country is producing 100 pence, the cost of the pence in 2024 is rupees 10. So the GDP at the current prices is equal to 1000 rupees. Okay, and what is real GDP? Or real GDP means that is the quantity in the current period into price in the base year. For example, at present in India, 2011-12 is the base year to calculate GDP. So in the base year, if the price of 1 pen was 8 rupees, then the real GDP is only 800. So that is the difference. So nominal GDP is quantity in the current year into price in the current year. Real GDP is quantity in the current year into price in the base year. Okay, so nominal GDP and GDP and the current prices are same concept. Okay, next, base period and reference period. Base period is the period, that is period using for reference. റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന GDP കാൽക്കുലേഷനിൽ റിയൽ GDP കാൽക്കുലേഷനിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പീരീഡാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടും സെയിം കോൺസെപ്റ്റ് ആണ്. സോ ദീസ് ആർ സെയിം കോൺസെപ്റ്റ്സ്. Changes in real GDP and GDP deflator. What is GDP deflator? GDP deflator is equal to real GDP divided by nominal GDP. Real GDP divided by nominal GDP is known as GDP deflator. So GDP deflator is the best indicator to measure inflation. So changes in real GDP and GDP deflator എന്ന് പറയുന്നത് തെറ്റായ ഒരു കൺസെപ്റ്റ് ആണ്. രണ്ടും സെയിം മീനിങ് വരുന്നില്ല. Real GDP and GDP at constant prices correct ആണ്. Real GDP is a GDP at constant prices ശരിയാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. that is changes in real GDP and GDP deflator. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി is the correct answer of this question. ഓർത്തിരിക്കുക, നമ്മൾ റിയൽ GDPയും നോമിനൽ GDPയും കണ്ടു കഴിഞ്ഞു. Then GDP deflator kandu, that is nominal GDP divided by real GDP. GDP deflator is the best indicator to measure inflation. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകൂ. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്